ആറ്റുകാൽ പരിസരം മുഴുവനും ജനനിബിഡമായി കഴിഞ്ഞു. 10 മണിയോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ഷേത്ര പരിസരത്ത് നേരിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു, എന്നാൽ മഴ മാറി നിൽക്കുന്നു. പക്ഷേ മൂടിക്കെട്ടിയ ആകാശമാണ്. 250ഓളം ശാന്തിക്കാരെയാണ് നിവേദ്യ ചടങ്ങുകൾക്ക് നിയോഗിച്ചിരിക്കുന്നത്. 10 മണിയോടെ പണ്ടാര അടുപ്പിലേക്ക് തീ പടരും. അപ്പോൾ ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തലസ്ഥാന നഗരം മുഴുവൻ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ആൾക്കാരും അതുപോലെ വിദേശ നാടുകളിൽ നിന്നും വന്ന ആളുകളുമൊക്കെ തന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയിടാൻ പൊങ്കാല അടുപ്പിൽ ഈ പണ്ടാരടുപ്പിൽ തീ പടരുന്നതോടെ പൊങ്കാല നിവേദ്യം തുടക്കമാകാനുള്ള നിമിഷവും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പരിസരത്ത് നിന്ന് നമുക്കൊപ്പം പ്രവിത ലക്ഷ്മി ചേരുന്നു. പ്രവിത, എന്തൊക്കെയാണ് വിവരങ്ങൾ? യഥാർത്ഥത്തിൽ ഇപ്പോഴും ജനങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ലേ? എല്ലാ സ്ഥലങ്ങളും ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ തകൃതിയായി തിരക്കിട്ട് വീട്ടമ്മമാരൊക്കെ തന്നെ തിരുവനന്തപുരത്തെത്തി പൊങ്കാല ഇടാനുള്ള പണിയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. എസ്കൻ, ഇന്നലെ നല്ല ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്ന് സ്ഥലം പിടിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങളിവിടെ കണ്ടു. എന്നാൽ ഇത്തവണ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ആ ഒരു ആശങ്കയുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ സ്ഥലം പിടിക്കാൻ എത്തിയവരെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന്, കർണാടകയുടെ അതിർത്തി പ്രദേശത്ത് നിന്നൊക്കെ എത്തുന്ന ആളുകളെ കണ്ടു. അവർക്കൊക്കെ ഈ ദേവി മാഹാത്മ്യം ആയി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ അവർക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ കർണാടക അതിർത്തിയിലുള്ളവർ, ആ കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്ക് ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമമാണെന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് ദുർഘടമായി, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവരിവിടേക്ക് എത്തിയത്. എന്തായാലും അങ്ങനെ വിവിധ മേഖലകളിൽ, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരൊക്കെ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും ഒപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഇപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അർപ്പിക്കാനുള്ള ആ തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ്. ഇവിടെ ഇപ്പോൾ കലങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് ഇവിടെ സിനിമാ സീരിയൽ താരങ്ങൾ കൂടിയുണ്ട്. സിനിമാ താരം ജലജ, ഒപ്പം ചിപ്പി, ഒപ്പം മറ്റ് സീരിയൽ താരങ്ങൾ, ഇവരെല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്തോ തയ്യാറെടുപ്പിലാണ്. എന്താണ് അവരൊക്കെ അർപ്പിക്കുന്നതെന്ന് ചോദിക്കാം. എന്താണ് ഇത്തവണ നേരിക്കുന്നത്? 5 കൂട്ടമുണ്ട്. പൊങ്കാലയുണ്ട്, അരവണയുണ്ട്, പിന്നെ പാൽപ്പായസമുണ്ട്, തെരളിയുണ്ട്, പയറുണ്ട്. ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. ഞാൻ കുറേ വർഷമായിട്ട് വർക്കും കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഇടാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അമ്മയാണെങ്കിലും പറയും പൊങ്കാല ഇടണം, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവം അനുഗ്രഹിച്ച് 2 ആഴ്ച മുന്നേ അമൃത പറഞ്ഞു അവൾ പൊങ്കാല ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കെല്ലാം കൊണ്ട് ഒത്തു വന്നൊരു സമയമായിരുന്നു. ഷൂട്ടില്ല, ബാക്കി എല്ലാം കൊണ്ടും കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ എന്തായാലും ഈ വർഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും പ്ലാൻ ചെയ്ത് തന്നെ 2-3 ദിവസമായിട്ട് ഇവളുടെ വീട്ടിൽ തന്നെ പോയി നിന്ന് വ്രതമൊക്കെ എടുത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതാണ്. 10. ആദ്യമായിട്ടാണ് ഇടുന്നത്, ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര സന്തോഷം. ആറ്റുകാലമ്മയുടെ മുമ്പിൽ തന്നെ ഇവിടെ തന്നെ ഇടാൻ പറ്റിയതിൽ. പിന്നെ ഇവളാണ്, അമൃതയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞങ്ങൾ അമൃതയുടെ വീട്ടിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ഒത്തുചേരലിൻ്റെയും കൂടി ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു SKN. കാരണം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഈ പൊങ്കാലയ്ക്ക് വന്ന് തന്നെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തുചേരാനുള്ളൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് ഒരു ഭയവും കൂടാതെ ഇങ്ങനെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിറച്ച് സ്ത്രീകളാണ്. അവിടെ ഇവിടെയൊക്കെ പോലീസുകാരൊഴിച്ചാൽ അല്ലെങ്കിൽ കച്ചവടക്കാരൊഴിച്ചാൽ അങ്ങനെ അധികം പുരുഷന്മാരെ ഒന്നും കാണാനില്ല. ഇത്രയധികം സ്ത്രീകൾ വന്നു പോകുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ലോകത്ത് തന്നെ വേറെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അത്രത്തോളം ചരിത്ര പ്രസിദ്ധമാണ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള ഉള്ളതാണ് ആറ്റുകാൽ പൊങ്കാല. ഇവിടേക്ക് ഇതാ ഇഷ്ടം പോലെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്ര നട ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഭക്തർ അവിടെ കയറി ദർശനം നടത്തിയ ശേഷമാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഇത്രയധികം ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ പോലീസുകാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തിരക്ക് നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് ഭക്തരാണ് എത്തുന്നത്. അപ്പോൾ അതിനൊരു വൈകാരികത കൂടിയുണ്ട്. അപ്പോൾ അവരെ ഒരു പരിധിക്ക് അപ്പുറം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ആ ക്ഷേത്ര നടയുടെ മുന്നിലൊക്കെ വലിയ തിരക്കാണ്. ഇടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അത്ര അവസ്ഥ.
നമുക്ക് പോലും അകത്തേക്ക് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് പോലും കാണിച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ SKN. ഈ ഒരു പ്രദേശത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയല്ല, ഈ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ നിറയെ ആളുകളുണ്ട് പൊങ്കാല അർപ്പിക്കാനായി. ഇത് മാത്രമല്ല, പല വീടുകളിലും, അതായത് വീടുകളുടെ ആ ഒരു പറമ്പിലും അതുപോലെ തന്നെ ആ പ്രദേശത്തുമൊക്കെ ആയി നിരവധി പേർ, ഇവിടെയൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ആ വീട്ടിലേക്കൊക്കെ പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേരുന്ന നിരവധി പേരുണ്ട്. കാരണം എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിൽ 3 ചുടുകട്ട വെച്ച് അവിടെ ഒരു കലം വെക്കാൻ സ്ഥലം കിട്ടുമോ എന്നാലോചിച്ചാണ് ഈ ഭക്തരെല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മുൻപ് തന്നെ സ്ഥലം ബുക്ക് ചെയ്തെത്തുന്നവരുണ്ട്, അല്ലാതെ തന്നെ ഇവിടെ പരിചയക്കാരുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് അവർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള അവർ കാത്തിരിക്കുന്ന, അതായത് ഒരു പൊങ്കാല കഴിയുമ്പോൾ അടുത്ത പൊങ്കാല കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് ഓണവും വിഷുവും ഒക്കെ വലിയ ആഘോഷമാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവരുടെ തിരുവനന്തപുരത്തിന്റെ ആഘോഷമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി, നമ്മുടെ ചിപ്പി വന്നാൽ മാത്രമേ ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കുന്നവരെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു. ചിപ്പിയെ കണ്ട അത്രയ്ക്ക് പരിചയമാണ്. അപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്ത് ചിപ്പിയുണ്ടോ? ചിപ്പിയുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കൂ. കാര്യം ചിപ്പി ഈ പൊങ്കാലയുടെ ഒരു എക്സ്പെർട്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചിപ്പിയെ ഈ പൊങ്കാല സമയത്ത് തിരുവനന്തപുരത്ത് കാണാൻ പഴയകാല നടി ജലജയാണ്. നിങ്ങൾക്കുള്ള ജലജയെ ഓർമ്മയുണ്ടാകും. ഏറ്റവും നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ജലജ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ജലജയും താമസിക്കുന്നത്. ഇപ്പോൾ ജലജയും ചിപ്പിയുമാണ് തിരുവനന്തപുരത്ത് പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ചിപ്പിയെ കണ്ട് പരിചയിച്ചുകൊണ്ടാവണം പ്രേക്ഷകർ പറയുന്നത് ചിപ്പി വന്നിട്ട് വേണം പൊങ്കാല തുടങ്ങാൻ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാതൃഭൂമി ന്യൂസുമായിട്ടാണ് ചിപ്പി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രവിത ലക്ഷ്മിക്ക് ഊഴം കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്തെ ഒരു സംസ്കാരമാണ്. ഇത്രയധികം മത സാഹോദര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉത്സവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ എന്ന കാര്യം സംശയമാണ്. എല്ലാ മതങ്ങളും ഒന്നിച്ച് ഒരു സംസ്കാരം പോലെ, ഒരേ സംസ്കാരത്തിൻ്റെ ഉറവ പോലെയാണ് ആറ്റുകാലിലേക്ക് സംഗമിക്കുന്നത്. മാത്രമല്ല എല്ലാ മതക്കാരും ഈ ഉത്സവം വൻ വിജയമാക്കാൻ സഹകരിക്കാറുണ്ട്. തിരുവനന്തപുരത്തെ വീടുകളെല്ലാം തന്നെ, ഗേറ്റുകൾ അടഞ്ഞു കിടക്കുന്ന വീടുകളെല്ലാം തന്നെ വാതിലുകൾ തുറന്നു വെച്ച് കൊടുക്കും ആളുകൾക്ക് വീടിനുള്ളിലേക്ക് വരാനും വെള്ളം കുടിക്കുവാനും. അതുപോലെ മോരും വെള്ളം, സാമ്പാർ, അതുപോലെ മറ്റുള്ള കുടിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, ശുദ്ധജലം, ഇതെല്ലാം മറ്റു മതക്കാരൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾക്ക് മുമ്പിൽ തന്നെ പൊങ്കാലയിടാനുള്ള സൗകര്യങ്ങൾ അവർ തന്നെ ഒരുക്കി കൊടുക്കും. അവരുടെ ചടങ്ങുകൾ ആ ദിവസങ്ങൾ അവർ മാറ്റിവെക്കാറുണ്ട്. ഇങ്ങനെ വളരെ മത സാഹോദര്യത്തിനും മതസൗഹാർദ്ദത്തിനും കേൾവി കേട്ട ഒരു ദിനമാണ് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം.